മെഡിക്കൽ മാലിന്യം തിരുനെൽവേലിയെ തള്ളിയ സംഭവത്തിൽ കൂടുതൽ പ്രതിരോധത്തിലായി കേരളം. RCC ഉൾപ്പെടെയുള്ള ആശുപത്രികൾക്കെതിരെ നടപടി വൈകുന്നതിൽ അതിരൂക്ഷ വിമർശനമാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. മാലിന്യ സംസ്കരണത്തിനുള്ള കൃത്യമായ സംവിധാനം അതാത് ആശുപത്രികളിൽ ഒരുക്കണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് നിർദ്ദേശം നൽകിയിരുന്നതാണ്. പക്ഷേ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. രശ്മി കാർത്തിക വിവരങ്ങളുമായി ചേരുന്നു. രശ്മി, വിശദാംശങ്ങൾ. അനു, വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കേരളം. നമുക്കറിയാം, കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ മാലിന്യങ്ങൾ തമിഴ്നാട് തള്ളിയ സംഭവം. ആ സംഭവത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ തുടക്കത്തിൽ വാദം തുടരുന്നതിനിടെ ഒരു ഘട്ടത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. എന്തിനാണ് കേരളത്തിലെ മെഡിക്കൽ മാലിന്യങ്ങൾ തമിഴ്നാട് തള്ളുന്നത് എന്നുള്ളതായിരുന്നു ട്രിബ്യൂണലിന്റെ ചോദ്യം. മാത്രമല്ല, എന്ത് നടപടി ഇക്കാര്യത്തിൽ കൈക്കൊണ്ടു എന്നുള്ളതും ചോദിച്ചിരുന്നു. ഈ മാസം 20-നകം ഇക്കാര്യത്തിൽ ഉള്ള എന്ത് നടപടി കൈക്കൊണ്ടു എന്നുള്ളത് കോടതിയെ അറിയിക്കണം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ്. ഈ സാഹചര്യത്തിൽ വലിയ പ്രതിരോധത്തിലാവുകയാണ് കേരളം. ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രാഥമിക അന്വേഷണം മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. സണേജ് കമ്പനിക്കെതിരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കമ്പനിക്ക് മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം പോലുമില്ല. സബ് കരാറാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ കണ്ടെത്തലുകൾ ഈ പ്രാഥമിക അന്വേഷണത്തിൽ ഉണ്ടായിട്ട് പോലും യാതൊരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. ഈ ആശുപത്രിക്കെതിരെ, അതായത് റീജിയണൽ ക്യാൻസർ സെന്ററിനെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ചോദിക്കുന്ന ഒരു കാര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രാഥമിക അന്വേഷണത്തിനപ്പുറത്തേക്ക് നടപടികളിലേക്കോ മറ്റ് ഇതിന്റെ ദുരൂഹത സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളിലേക്ക്, കരാർ നൽകിയത് സംബന്ധിച്ചുള്ള പല ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു നടപടികളിലേക്കോ വിശദമായിട്ടുള്ളൊരു അന്വേഷണത്തിലേക്കോ ഒന്നും തന്നെ സംസ്ഥാനം കടന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഓരോ ആശുപത്രികളിലും ഈ മെഡിക്കൽ മാലിന്യ സംസ്കരണത്തിന് പ്രത്യേക സംവിധാനം വേണം എന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ തന്നെ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയിരുന്നതാണ് സംസ്ഥാനത്തിന്. പക്ഷേ അക്കാര്യങ്ങളിൽ ഒന്നും തന്നെ യാതൊരു നടപടിയും ആയിട്ടില്ല. ഇതിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. IMAയുടെ നിയന്ത്രണത്തിലുള്ള ഇമേജും ഒപ്പം തന്നെ സണേജുമാണ് ഇപ്പോൾ ഈ മാലിന്യങ്ങൾ ഏറ്റെടുക്കുന്നത്. പക്ഷേ ഈ സണേജുമായി ബന്ധപ്പെട്ട്, ഈ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ചില സ്വകാര്യ ആശുപത്രികളെയും ഹോട്ടലുകളുടെയും ഒക്കെ മാലിന്യം ഈ സണേജ് ഏറ്റെടുക്കുന്നുണ്ട്. സണേജിന് തന്നെ മാലിന്യ സംസ്കരണ സംവിധാനമില്ല. അതൊരു സബ് കരാറാണ് ഇവർ നൽകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണങ്ങളിലേക്കോ നടപടികളിലേക്കോ ഒന്നും തന്നെ കടന്നിട്ടില്ല. ഏതായാലും ഈ മാസം 20-നകം ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളൊരു കാര്യം ദേശീയ ഹരിത ട്രിബ്യൂണലിനെ അറിയിക്കേണ്ടതുണ്ട്. അതിരൂക്ഷമായ ഭാഷയിലാണ് സംസ്ഥാനത്തെ വിമർശിച്ചത്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് കേരളം. അനു. ശരി രശ്മി.